കേരള ക്രൈം ഫയൽസ് സീസൺ 2 ട്രെയിലർ കണ്ടിട്ട് ആദ്യം എനിക്ക് പറയാനുള്ളത് വാട്ട് എ മേക്കിംഗ് മാൻ. അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല കേരള ക്രൈം ഫയൽസ് എപ്പിസോഡ് 1-നെക്കാട്ടിലും കുറച്ചുകൂടി ബിഗർ കാസ്റ്റ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇന്ദ്രൻസ്, അർജുൻ രാധാകൃഷ്ണൻ, ലാല്, പിന്നെ അജു വർഗീസ്, അങ്ങനെ അടിപൊളി കാസ്റ്റിംഗ് ആണ് ഇതിലുള്ളത്. ഇതിൽ അർജുൻ രാധാകൃഷ്ണൻ വലിയൊരു റോൾ ആയിട്ടാണ് വരുന്നത്. വേറൊരു കാര്യം, അർജുൻ രാധാകൃഷ്ണൻ ഈ ഒരു കേസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു കേസ് ആദ്യമായിട്ടാണ് കിട്ടണത് തോന്നുന്നു ഒരു അദ്ദേഹത്തിന്റെ പോലീസ് ഹിസ്റ്ററിയിൽ. ബിക്കോസ് ട്രെയിലറിൽ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലോ ആൻഡ് ഓർഡറിൽ ഫസ്റ്റ് ടൈം വെർജിന പേടിപ്പിച്ചേക്കരുത്. അത്രയ്ക്കും വലിയ കേസ് എന്ന് പറയാൻ കാരണം കുറെ SHOസിനെയും പിന്നെ സിവിൽ പോലീസുകാരെയും കുറെ പേരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ അത്രയ്ക്കും സസ്പെൻഷൻ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കേസിന്റെ ഇമ്പാക്ട് എന്താണെന്ന് അറിയാം. അതായത് അത്രയും വലിയൊരു കേസ് ആയതുകൊണ്ടാണ് ഇത്രയും പോലീസുകാരെ അവർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിൽ കേരള പോലീസിന്റെയും കർണാടക പോലീസിന്റെയും എന്തോ ഒരു വലിയ റോൾ ഉണ്ട് ഇതിൽ. അതായത് അവർ തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നം ഇതിൽ കാണിക്കുന്നുണ്ട്. എന്താ വ്യക്തമായിട്ട് അറിയില്ല. അവർ തമ്മിലുള്ള എന്തോ ഒരു വലിയ ഇഷ്യൂ ആയിട്ടാണ് ഈ കേസ് പോകുന്നത്. ഇതിന്റെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ ഹോട്ട്സ്റ്റാർ പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും കേരള ക്രൈം ഫയൽ സീസൺ 1-നെക്കാട്ടിലും 2 കുറച്ചും കൂടിയും ഇമ്പാക്ട്ഫുൾ സ്റ്റോറിയും പിന്നെ അത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയതൊന്ന് കമന്റ് ചെയ്യണേ. നാടല്ല സാറേ, ക്രിമിനൽസ് മാന്യത കാണിച്ചേ പറ്റൂന്ന് നമ്മൾ വാശി പിടിക്കരുത്.